ഇവിടെ ഗർഭിണിയായി ഇവൾക്ക് എപ്പോഴെല്ലാം ഛർദിയും വയറുവേദന വന്നാലും അതേ ഫീലിങ്സ് ഒക്കെ ഇവിടെ ഹീറോയ്ക്ക് അനുഭവപ്പെടുന്നു. അവൻ മറ്റാരുമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഇവൾ ഛർദ്ദിക്കുമ്പോൾ ഇവിടെ ഹീറോയ്ക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു. അസിസ്റ്റന്റ് കരുതും കഴിച്ചത് ശരിയാവില്ല, അതുകൊണ്ടാണ് ഛർദ്ദിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഹീറോയുടെ കഴുത്തിലൊരു മാർക്ക് കാണുന്നു. ഹീറോയുടെ ഫാമിലി ഏതെങ്കിലും പെണ്ണുമായി രാത്രി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ആണുങ്ങളുടെ കഴുത്തിലും മാർക്ക് കാണും. ഇനി അന്ന് രാത്രി സ്പെൻഡ് ചെയ്ത ലേഡി പ്രഗ്നന്റ് ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്ന എല്ലാ തലവേദനയും നിങ്ങൾക്കും വരും. പക്ഷേ ഹീറോ അന്ന് കുടിച്ച ബോധത്തിലായതിനാൽ അവളുടെ മുഖം അത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. ആകെ ഓർമ്മയുള്ളത് അവൾ ഇന്റീരിയർ ഡിസൈനറായി വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് എന്ന അറിവ് മാത്രമുള്ളൂ. സോ ഹീറോ അവൾ നേരിൽ കാണാനായി പോയി. അവൾക്ക് ഹീറോ അറിയാമെങ്കിലും അവനൊരു പരിചയം പോലും തോന്നുന്നില്ല. എന്നാൽ ഇക്കാര്യം ഹീറോയുടെ മുത്തശ്ശിയും മുത്തശ്ശനും അറിഞ്ഞു. അവളെ വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞപ്പോൾ ഹീറോ പറയുന്നത് അന്ന് കുടിച്ചതിന്റെ പുറത്ത് സംഭവിച്ചതാണ്. അവർക്ക് ഹീറോയുടെ കൊച്ചുമകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ഹിഡയ്ക്ക് അവളെ കാണുമ്പോൾ അന്ന് രാത്രി തൻ്റെ കൂടെയുണ്ടായ ലേഡിയെ പോലെ തോന്നി. അതിനാൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ബാറിൽ വെച്ച് ഹീറോ അവളോട് എന്നെ റൂമിൽ കൊണ്ടുപോകാനായി പറഞ്ഞു. റൂമിലെത്തുമ്പോൾ നിനക്ക് ഇവിടെ എത്ര സാലറിയാണ് കിട്ടുന്നത്? അവളുടെ വീട്ടുകാരാണെങ്കിൽ വിവാഹം കഴിപ്പിക്കാനായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളെ കെട്ടിച്ചിട്ട് വിട്ടിട്ട് വേണം അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷും കൊണ്ട് അവരുടെ മകനെ കെട്ടിക്കാൻ. സോ ഹീറോ അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവളുടെ വർക്കും ഇഷ്ടപ്പെട്ട് ഹീറോയുടെ കമ്പനിയിൽ പെർമനന്റ് ആയിട്ട് സ്റ്റാഫായി നിയമിക്കുന്നു. എന്നാൽ ആയിടയ്ക്കാണ് അവളുടെ ചെക്കപ്പ് ഒക്കെ കാണുമ്പോൾ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയുന്നത്. അവൾ നല്ലതായിരുന്നാൽ മാത്രമാണ് ഇവിടെ ഹീറോയ്ക്ക് നല്ലതായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അവളെ കാണാനായിട്ട് വേഗം തന്നെ പുറപ്പെടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.